ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈദ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ ഇത്താടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത്ത താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് കല്ലമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കാറിലൊക്കെ കയറിയിട്ടോ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒപ്പം ഈദ് വിശേഷങ്ങളും പങ്കുവെച്ച് നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ മുതലപ്പുഴി വഴിയാണ് കേട്ടോ പോകുന്നത്. കായലും കടലും ഒരുമിക്കുന്ന ഒരു ഭാഗമാണിത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് മീനിൻ്റെ സെക്ഷൻ. ഇവിടെയാണ് ഹാർബർ. ഇവിടെ വന്ന് വലിയ വലിയ വണ്ടികളൊക്കെ മീനെടുത്ത് പോകലാണ് കേട്ടോ. അപ്പുറത്ത് 5 തെങ്ങാണ്. ഒരുപാട് വീടുകൾ കടലെടുത്ത് പോയിട്ടുണ്ട്. അതിൽ ബാക്കി അവശേഷിക്കുന്ന വീടുകൾ നമുക്കിപ്പോഴും കാണാം. JCB ഒക്കെ ഉണ്ട്. പണിയൊക്കെ നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ. വിട്ടുവിട്ടുള്ള മഴയും വെയിലും കാലാവസ്ഥ വളരെ മോശം തന്നെയാണ്. രാവിലെയും ഒരു മഴ കഴിഞ്ഞ് വീണ്ടും ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുള്ളൊരു ആകാശമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പണി നടക്കുന്ന വീടുകളും പൊളിഞ്ഞുപോയ വീടുകളും ഒക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ചെന്നാൽ. കണ്ടോ, കടൽ ഭയങ്കരമായിട്ട് തിരമാലകൾ അടിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ രാവിലെ 5 മണിക്ക് തുടങ്ങിയ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. 7 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ സുബഹി നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മക്കളെ ഒരു 5:30 ആയപ്പോൾ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കി. ഒന്നും പറഞ്ഞില്ല, പെരുന്നാളായതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇടാനുള്ള സന്തോഷത്തിൽ വിളിക്കും മുമ്പ് തന്നെ എണീച്ച് വന്നു കേട്ടോ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കുളിച്ചു. അപ്പോഴും തന്നെ ഒരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇക്കായെ വിളിച്ചുണർത്തിയത്. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. മറ്റേ ഇക്ക എണീച്ചാൽ ഫസ്റ്റ് തന്നെ റെഡിയായി നിൽക്കും, പിന്നെ നമ്മൾ പെൻഡിങ് ആവും. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി പോകുന്ന വഴിക്ക് കണ്ടോ, ഇത് കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ല നീറ്റായിട്ട് തോന്നി കേട്ടോ. ഒപ്പം തന്നെ പോസ്റ്റ് ഓഫീസും അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ കഴിക്കാനൊന്നുമില്ലേന്ന് ചോദിച്ചു. അങ്ങനെ ബാഗിൽ നോക്കുമ്പോൾ ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എപ്പോഴും ബാഗിലുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഈദിൻ്റെ മധുരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവാണ് കേട്ടോ. മക്കൾക്ക് രണ്ടാൾക്കും ചോക്ലേറ്റ് വേണ്ട. ഉമ്മിച്ച കൊടുത്തപ്പോഴേ അത് കഴിച്ചു മതിയായിട്ട് ഇശല് തിരിച്ചു കൊടുത്തിട്ടാണ് കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഉമ്മിച്ച ഫ്രിഡ്ജിൽ വെച്ചോ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഉമ്മിച്ച കഴിച്ചു കേട്ടോ, എനിക്ക് മതി. ഇശല് സാധാരണ ചോക്ലേറ്റ് വേണ്ടെന്ന് പറയില്ല, പക്ഷേ ഇപ്പോൾ ചോക്ലേറ്റും വേണ്ട. അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൊടുത്തപ്പോഴും വേണ്ട, ഇക്ക കൊടുത്തപ്പോഴും വേണ്ട. അങ്ങനെ നമ്മുടെ കല്ലമ്പലം എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കല്ലമ്പലം ജംഗ്ഷൻ കേട്ടോ. അങ്ങനെ നമ്മൾ വീട് എത്തിയിരിക്കുകയാണ്. വാപ്പായും ഉമ്മായും വണ്ടി ഒന്ന് നിന്നപ്പോഴേ ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക പെട്ടെന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഉമ്മ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ ഡ്രാഗൺ ഫ്രൂട്ട് വിളഞ്ഞ് നിൽപ്പുണ്ട്, അതെന്തായെന്ന് നോക്കാൻ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കുമ്പോൾ നല്ല കളറായി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വിളവെടുക്കാൻ സമയമായെന്ന് മനസ്സിലായി. ഉമ്മയെ കൊണ്ട് തന്നെ നമ്മളത് വിളവെടുപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഉമ്മ വന്നു. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. പിങ്ക് കളറായിരുന്നു കേട്ടോ. രണ്ടുപേരും പോയിന്ന് ഫോട്ടോസിന് വേണ്ടി പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കുന്ന നേരത്തിന് ഉമ്മായും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അതൊക്കെ വാങ്ങി നോക്കിയിട്ട് ഇത് കറക്റ്റ് ടൈമാണ്, വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്, നമ്മളിപ്പോൾ എടുത്തത് നല്ല സമയത്താണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആളെൻ്റെ തന്ന് ഞാൻ കിച്ചണിൽ കൊണ്ടുവച്ചിട്ട് വരുന്ന ടൈമിന് തൊട്ട് ബാക്കിൽ തന്നെയാണ് ഇക്കയുടെ ബ്രദർ താമസിക്കുന്നത്. നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിട്ടോ.
അപ്പോഴത്തേനും മക്കളും ഇക്കായും അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നാലെ ഓടിപ്പിടിച്ചു. പോയപ്പോഴത്തേനും ഇക്കാടെ മക്കളെ രണ്ടുപേരും ദേ ഇരിപ്പുണ്ട്. ഒരാൾ, രണ്ടുപേർക്കും സലാം പറഞ്ഞ് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശ്വരിൻ്റെ വക ഒരു ഈദ് സ്പെഷ്യൽ ഒരു ഉമ്മയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾ ഡൈനിങ് റൂമിലും ഒരാൾ ലിവിങ് റൂമിലും ഇരുന്നു. പിന്നെ അടുത്തത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. രണ്ടുപേരെയും കൂടെ ഇക്ക നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് സിംഗിൾ ഫോട്ടോ, ഡബിൾ ഫോട്ടോ, ഫാമിലി ഫോട്ടോ, കപ്പിൾ ഫോട്ടോ, അങ്ങനെ വേണ്ട എല്ലാ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, നല്ല അടിപൊളി പിങ്ക് ആയിട്ടുള്ള, കയ്യിലായിട്ട് കളർ പോലും പോകുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും നാച്ചുറലായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു കേട്ടോ. അതിനെ കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് ആയിഷ നസ്രനും വിശലൂനും ഞാനും കഴിച്ചു. ഉമ്മാക്കും വാപ്പാക്കും ഇക്കാക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ, എല്ലാവർക്കും വായിലേക്ക് വെച്ച് കൊടുത്തു. സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ വളമൊന്നും ഇല്ലാതെ നമ്മുടെ മണ്ണിൽ പിടിച്ച നല്ല അടിപൊളി മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു കേട്ടോ. വാപ്പ കഴിച്ചിട്ടതേ സൂപ്പർ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. ആര് കഴിച്ചാലും അത് അടിപൊളിയെന്ന് പറയാതെ പോകത്തില്ല. അത്രയ്ക്കും സൂപ്പറായിരുന്നു ആ ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ഒരു പച്ചവെള്ളം ചവച്ച് കഴിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളമൊന്നും ചേർക്കാത്ത നാച്ചുറലായിട്ടുള്ള സാധനം ആയതുകൊണ്ടായിരിക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ഇക്കാടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടി ഓടി പോകാൻ പറ്റും. അങ്ങനെ ഇക്ക വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ അവരുമായിട്ട് എല്ലാവരുമായിട്ടും ഫോട്ടോ എടുക്കുന്നുണ്ട്. സിംഗിള്, ഡബിള്, ത്രിബിള്, കപ്പിൾ ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ് ഒന്നും വേണ്ട, എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് പിന്നെ ഉമ്മായെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നവരായിട്ടോ ആ കണ്ടത്. അപ്പോൾ ഇവരെല്ലാം ആണുങ്ങളെല്ലാം പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് നമസ്കരിക്കണം. നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടിരിക്കാം. അങ്ങനെ അവർ പള്ളിയിൽ പോയി നമ്മളെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. മക്കൾക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേനും പള്ളിയിൽ പോയവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പാപ്പായും ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട്. ആയിഷ നസറിന് എന്തൊക്കെയോ ചൂണ്ടിക്കാണിച്ച് കഥയൊക്കെ പറയുന്നുണ്ട് വാപ്പിയെടുത്ത്. പിന്നെ ഈശലു വേറെ കഥ ഒരു സൈഡിൽ നിന്ന്. അങ്ങനെ സംശയങ്ങൾ രാവിലെ രണ്ടുപേരും കൂടെ വാപ്പിയെടുത്ത് സംശയ നിവാരണത്തിലാണ്. അപ്പോൾ രാവിലെ ഉറട്ടിയും ബീഫ് കറിയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് പോയി ഇക്കാടെ വീട്ടിൽ പോയിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഇനി അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടോ. ഇക്കാക്കൊന്ന് ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആക്കിയിട്ട് ഇക്ക ഷോപ്പിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അടുത്ത് വന്നപ്പോൾ ഉമ്മ കുറച്ച് കറിവേപ്പില നട്ട് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പാക്കറ്റ് ഉമ്മച്ചിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഒന്ന് എനിക്കും തന്നു, ഒന്ന് ഉമ്മച്ചിക്ക് കൊടുക്കാനും തന്നിട്ടുണ്ടായിരുന്നു. യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ്. അവിടെ നിന്ന് കല്ലമ്പലത്ത് നിന്നും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് യാത്ര ചെയ്ത് പകുതി ആയപ്പോഴത്തേനും മഴ തുടങ്ങി. കുറച്ച് ചെറുതായിട്ടൊരു മഴ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയാണല്ലോ, കുറച്ച് മഴ പെയ്യും, വീണ്ടും വെയിൽ വരും, വീണ്ടും കുറച്ച് മഴ പെയ്യും, ആ ഒരു ക്ലൈമറ്റാണ്. ഹൈവേയുടെ പണി നടക്കുന്നതാണ് കേട്ടോ. ട്രിവാൻഡ്രം മുതൽ ഇത് കല്ലമ്പലം ആ ഒരു സൈഡിലേക്ക് വരുന്ന ഭാഗത്തുള്ള ഹൈവേയുടെ പണി നടക്കുന്ന ഭാഗമാണ്.
പിന്നെ ചിറയൻകീഴ് ഭാഗത്ത് എത്തുമ്പോഴത്തേനും ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. ചിറയൻകീഴ് ശാർക്കര ഭാഗത്ത് നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു വ്യൂ. മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. മക്കൾക്കെന്ന് മാത്രമല്ല, നമ്മൾ വലിയവർക്കാണെങ്കിലും ആന, മണ്ണിൻ്റെ മണം, എനിക്ക് മണ്ണിൻ്റെ ഈ പുതുമഴ പെയ്യുമ്പോൾ ഉള്ള മണ്ണിൻ്റെ മണം ഉണ്ടല്ലോ അതുപോലെ ട്രെയിൻ, ഇതൊക്കെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിയിരുന്ന് പോകുമല്ലേ. അങ്ങനെ നമ്മളിതേ തിരിച്ച് പെരുമാതുറ എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് റെയിൽവേ അടയ്ക്കാൻ പോയതാണ്, പിന്നെ നമ്മളെങ്കിൽ കടത്തി വിട്ടിട്ടാണ് കേട്ടോ റെയിൽവേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാടമ്പിള കായലാണ് കേട്ടോ. എന്ത് അടിപൊളിയായിട്ടാണല്ലേ, മഴ പെയ്യുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് പെരുന്നാളിന് ഇറക്കാനുള്ള പോത്തിനെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ രണ്ടുപേരും വാപ്പച്ചിയെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് സ്നേഹചുംബനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പോൾ റോഡിലൊരു പോത്ത് നിൽക്കുന്നതും ആയിഷ നസറിൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരെയും വീട്ടിലിറക്കിയിട്ട് ഇക്ക യാത്രയായി കേട്ടോ. ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ നമ്മളെയും കാത്ത് 2-3 പേര് ഇരിപ്പുണ്ടായിരുന്നു, ഇത്താടെ മക്കൾ. അവർ മൈലാഞ്ചിയൊക്കെ ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മൈലാഞ്ചി ചുവന്നതാണ് ഈ കാണിക്കുന്നത്. ശേഷം മുല്ലയിൽ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂവൊക്കെ പറിച്ച് നമുക്ക് കെട്ടി മക്കൾക്ക് വെച്ച് കൊടുക്കാം. ഇത് അടുക്ക മുല്ലയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. കുറേ കാലം ഇതൊരു കമ്പ് കൊണ്ട് വെച്ചതാണ് ഞാൻ കല്ലമ്പലത്തുനിന്ന്. കുറേ നാളായി ഒരു പൂവലും പിടിക്കാതെ ഇങ്ങനെ കുറേ വർഷമായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഇതുമില്ല, നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. അടുക്ക മുല്ലയാണ്, നല്ല മണമാണ്. സന്ധ്യയ്ക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ എന്ത് മണമാണെന്നറിയോ, മാഷാ അല്ലാഹ്, നല്ല അടിപൊളി മണവുമാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. 2 പൂവാണെങ്കിലും അത് വെച്ചാൽ നിറഞ്ഞു നിൽക്കും, അത്രയും നല്ല പൂവാണ്, വലിയ പൂവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം, ഇൻഷാ അല്ലാഹ്.